നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എമ്മിലെ രാജിച്ചൻ നീർനാകുന്നേലിനെ തിരഞ്ഞെടുത്തു. കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ കൂറുമാറുമെന്ന് ഭയന്ന് CPM വനിതാ കൗൺസിലറെ പോലീസ് നോക്കി നിൽക്കെ കടത്തിക്കൊണ്ടുപോയി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷാകർത്താ ദിനവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യുവിന് അനുമോദനവും നടന്നു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണിമുടക്ക് മേഖലാ വാഹന പ്രചാരണ ജാഥകൾക്ക് ആവേശകരമായ സമാപനം. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ചെയർമാൻ RP ജയദേവൻ അധ്യക്ഷത വഹിച്ച യോഗം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ചെയർമാൻ RP ജയദേവൻ അധ്യക്ഷത വഹിച്ച യോഗം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകതയായി കാണാൻ കഴിയും. ഒന്ന്, ഈ ഡൽഹി സമരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. ഇവിടെ നിന്ന് ആളുകൾ പോവുക, അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ താമസപരമായ പരിമിതികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടൊരു പരിപാടി നടത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും അതൊരു ചടങ്ങായി അവസാനിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഗൗരവം അറിയാവുന്നതുകൊണ്ട് ആളുകളുടെ എണ്ണമൊക്കെ ഒരാളും കുറവാണെങ്കിൽ അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യമൊക്കെ കാണിച്ചു. അങ്ങനെയൊക്കെയാണ് ഡൽഹി സമരം പാർലമെന്റ് മാർച്ച്. LIC ഏജൻസിന്റെ സമരം വ്യത്യസ്തമായിരുന്നു. അത് ഉള്ളിൽ തട്ടി നടത്തിയ ഒരു സമരം. അത് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് അതിന്റെ ആളുകളും ഉണ്ടായിരുന്നു. അതിന്റെ വിഷയത്തിലും വളരെയധികം പ്രാധാന്യമുണ്ടായി. വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് മാത്രമല്ല, ഈ അടുത്ത കാലഘട്ടത്തിൽ ജന്തർ മന്ദിറിൽ നടത്തിയ ക്ഷോഭങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചീഫ് പേട്രൺ C രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ജനറൽ K രാമചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് PN രാജീവൻ, നാഷണൽ ട്രഷറർ അബ്ദുൾ സമദ്, കോട്ടയം ഡിവിഷൻ പ്രസിഡന്റ് ജോസഫ് കുര്യൻ, ട്രസ്റ്റി NO ജോർജ്, ജനറൽ സെക്രട്ടറി അനൂപേസ്, തിരുവനന്തപുരം ഡിവിഷൻ ജനറൽ സെക്രട്ടറി PB ഗിരീഷ് കുമാർ, എറണാകുളം ഡിവിഷൻ പ്രസിഡന്റ് TD സ്റ്റെവിൻ, തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് MC അജികുമാർ, കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് CO രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എമ്മിലെ രാജിച്ചൻ നീർനാകുന്നേലിനെ തിരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി മുഖ്യ വരണാധികാരിയായിരുന്നു. UDFിലെ MJ ജേക്കബിനെ 5-നെതിരെ 10 വോട്ടുകൾക്കാണ് രാജിച്ചൻ നീർനാകുന്നേൽ വിജയിച്ചത്. LDF ധാരണ പ്രകാരം KT ബിനു രാജിവെച്ച ഒഴിവിലേക്കാണ് കേരള കോൺഗ്രസ് M അംഗം രാജിച്ചൻ നീർനാകുന്നേൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി മുഖ്യ വരണാധികാരിയായിരുന്നു. LDF 10, UDF 6 എന്നിങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലെ കക്ഷിനില. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ MJ ജേക്കബ് ആയിരുന്നു UDF സ്ഥാനാർത്ഥി. UDFിലെ ഒരംഗം വിദേശത്തായിരുന്നതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. 5-നെതിരെ 10 വോട്ടുകൾക്ക് വിജയിച്ച രാജിച്ചൻ നീർനാകുന്നേലിന് കളക്ടർ V വിഘ്നേശ്വരി സത്യവാചകം ചൊല്ലി നൽകി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട
ജോസഫ് കുരുവിള രാരിച്ചൻ നീർനാക്കുന്ന എന്ന് അറിയപ്പെടുന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആശംസ നേർന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, അലക്സ് കോഴിമല, വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി, സാജൻ കുന്നേൽ ഉൾപ്പെടെ നിരവധി LDF നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ കൂറുമാറുമെന്ന് ഭയന്ന് CPM വനിതാ കൗൺസിലറെ പോലീസ് നോക്കി നിൽക്കെ കടത്തിക്കൊണ്ടുപോയി. കോൺഗ്രസ് വനിതാ കൗൺസിലർക്ക് പരിക്ക്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. കൂറുമാറുമെന്ന് ഭയന്ന CPM കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയെന്നാണ് പരാതി. കൗൺസിലർ കലാരാജുവിനെയാണ് കടത്തിക്കൊണ്ടുപോയത്. LDF ഭരണസമിതിക്കെതിരെ ഇന്ന് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് നാടകീയ കടത്തിക്കൊണ്ടുപോകലും സംഘർഷാവസ്ഥയും ഉടലെടുത്തത്. പോലീസ് നോക്കി നിൽക്കെയായിരുന്നു സംഭവം. അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് കലാരാജുവിന്റെ മകൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത്. കോൺഗ്രസിന്റെ കൗൺസിലർമാരെയും കോൺഗ്രസിനോടൊപ്പം വന്ന് CPMന്റെ കൗൺസിലർമാരെയും പങ്കെടുപ്പിക്കാതെ വലിയ അക്രമം നടത്തി പോലീസിന്റെ സഹായത്തോടുകൂടി അവരെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമീപനം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഇന്ന് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വൈസ് ചെയർമാൻ അവിശ്വാസ പ്രമേയ ചർച്ച കൂടി നടത്തുകയാണ്. തട്ടിക്കൊണ്ടുപോയവരെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും പോലീസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ UDF കൗൺസിലർമാർക്ക് പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയെങ്കിലും സംഘർഷത്തിൽ കലാശിച്ചു. UDFന് അനുകൂലമായാണ് കലാരാജു വോട്ട് ചെയ്യാനിരുന്നത്. നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നാണ് കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയത്. നഗരസഭയ്ക്കുള്ളിലേക്ക് തങ്ങളെ കയറാൻ സമ്മതിക്കാതെയാണ് LDF അംഗങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് UDF അംഗങ്ങൾ പറയുന്നു. മുൻമന്ത്രി അനൂപ് ജേക്കബ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി. നഗരസഭയ്ക്ക് മുന്നിൽ പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ 25 കൗൺസിലർമാരാണുള്ളത്. LDF 13, UDF 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പോലീസ് സംരക്ഷണം ഒരുക്കിയില്ല എന്നാരോപിച്ചുകൊണ്ട് UDF കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനം നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം ഇടുക്കി DCC ജനറൽ സെക്രട്ടറി NA ബെന്നി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ സമ്മേളനം പെൻഷൻ ഭവൻ ഹാളിൽ നടന്നു. സമ്മേളനം ഇടുക്കി DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. മേഖലകളിൽ എല്ലാം കടന്നു എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് രൂപം നൽകുവാൻ തൊടുപുഴ പോലുള്ള പ്രദേശങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് വർഷങ്ങൾ മുമ്പ്. ഞാനൊക്കെ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കാലത്ത് ചവിട്ടുതൊഴിലാളി യൂണിയൻ രംഗത്ത് സംഘടിപ്പിക്കാൻ തുടങ്ങിയാണ്. വളരെ 10-15 വയസ്സ് അതിൻ്റെ സെക്രട്ടറിയായി തുടക്കം കുറിച്ച ആളുകളാണ്. അന്നൊക്കെ ഇവിടെയൊക്കെ മറ്റൊരു വിഭാഗങ്ങളുടെ ഒരു കുത്തകയായിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ ഇറങ്ങി അങ്ങനെ പിന്നീട് അത് സംഘടിത ശക്തിയായി ഒന്ന് തൊടുപുഴയിലെ ഏറ്റവും വലിയ സംഘടനയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിയും U ഉണ്ണികൃഷ്ണൻ തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം നടത്തി. സംസ്ഥാന രക്ഷാധികാരി PV ഗോപാലൻ, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബെന്നി KP, മേഖലാ സെക്രട്ടറി സിമി ബിനിൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മൊയ്തീൻ പള്ളിപ്പുറം, തൊടുപുഴ മേഖലാ ട്രഷറർ സാബു MR, സംസ്ഥാന കമ്മിറ്റി അംഗം അഷ്റഫ് കൂടലൂർ, PK മോഹനൻ, റുക്കിയ കൂടലൂർ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷാകർതൃ ദിനവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യുവിന് അനുമോദനവും നടന്നു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു.
തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷകർതൃ ദിനവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ ഹെഡ്മാസ്റ്റർ ശ്രീ ബിജോയ് മാത്യുവിന് അനുമോദനവും നടന്നു. മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം പി ഡീൻ കുര്യാക്കോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല നിലയിൽ അവർക്ക് പ്രശോഭിക്കാൻ, ഭാവിയുടെ താരങ്ങളായി രാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റാവുന്ന, ലോകമറിയുന്ന കായിക താരങ്ങളായി വളരാൻ അവർക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ ഞാൻ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ നമ്മുടെ പ്രിൻസിപ്പൽ, സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററായിട്ടുള്ള പ്രിയപ്പെട്ട ബിജോയ് സാർ, നമുക്കറിയാം നല്ല അധ്യാപകരെ ലഭിക്കുക എന്നുള്ളതാണ് ഒരു സ്കൂളിൻ്റെ ഏറ്റവും മികച്ച ഒരു നിലവാരം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന അടിസ്ഥാനപരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോതമംഗലം രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ അനുമോദന സന്ദേശം നൽകി. മുനിസിപ്പൽ കൌൺസിലർ നീനു പ്രശാന്ത് കയ്യെഴുത്തു മാസിക പ്രകാശനം നടത്തി. സെന്റ് സെബാസ്റ്റ്യൻസ് യു.പി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ടി.എൽ, നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസ് ടോം, അധ്യാപക പ്രതിനിധി റോംസി ജോർജ്, PTA പ്രസിഡന്റ് പ്രിൻസ് അഗസ്റ്റിൻ, MPTA പ്രസിഡന്റ് ജൽസി ബിജു, സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു, സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ആൻസ് മരിയ, സ്കൂൾ ലീഡർ ഇവാൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു മറുപടി പ്രസംഗം നടത്തി. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗായകനും കോമഡി ഉത്സവം താരവുമായ പ്രമോദ് പ്രിൻസ് നേതൃത്വം നൽകിയ കലാപരിപാടികൾ നടന്നു. പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. KCSPA തൊടുപുഴ താലൂക്ക് സമ്മേളനവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന് KCSPA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KK ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പീറ്റർ മാത്യു മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. KCSPA തൊടുപുഴ താലൂക്ക് സമ്മേളനവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. തൊടുപുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ KCSPA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ KK ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അത് കിട്ടും എന്നാണ് വിചാരിച്ചിരുന്നത്. ഓരോ സമയങ്ങളിലും അല്ലെങ്കിൽ ഓരോ ചർച്ചകളിലും നമ്മളിൽ നിന്ന് വേറെ അകന്നകന്നു പോകുന്ന രീതിയിൽ കാണുന്നു. നമ്മൾ പ്രധാനമായും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ DA പ്രസ്താവിച്ച് കിട്ടണമെന്നുള്ളത് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ നമ്മൾ അധികാരികളുടെ മുന്നിൽ എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്. DA എന്ന് പറയുന്നത് തന്നെ അവർ പറയുന്നത് DA അങ്ങനെ വരാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നാണ് പറയുന്നത്. DA ഒരിക്കലും ഔദാര്യമൊന്നുമല്ല, അത് നമ്മുടെ അവകാശം തന്നെയാണ്. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പീറ്റർ മാത്യു മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. KCSPA തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് സെക്രട്ടറി ജനാർദ്ദനൻ, ജോയിന്റ് സെക്രട്ടറി TM അബ്ദുൽ അസീസ്, വനിതാ ജില്ലാ കമ്മിറ്റി മെമ്പർ ബ്രജിറ്റ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണിമുടക്ക് മേഖല വാഹന പരിസരണ ജാഥകൾക്ക് ആവേശകരമായ സമാപനം. ജില്ലയിൽ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചും പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ചും 2 വാഹന പരിസരണ ജാഥകളാണ് പര്യടനം നടത്തിയത്. കിഴക്കൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനം കുമളിയിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ജോയി വടക്കേടം ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനം മുരിക്കാശ്ശേരിയിൽ AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് MK പ്രിയൻ ഉദ്ഘാടനം ചെയ്തു.
പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുവാനുള്ള തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജനുവരി 22 നടത്തുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ സംഘടിപ്പിച്ച മേഖലാതല സമര സന്ദേശ വാഹന പ്രചരണ ജാഥകൾക്ക് ആവേശകരമായ സമാപനം. ജില്ലയിൽ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചും പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ചും 2 വാഹന പ്രചരണ ജാഥകളാണ് പര്യടനം നടത്തിയത്. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രമേശ് ക്യാപ്റ്റനായും, ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി ഈശ്വരൻ വൈസ് ക്യാപ്റ്റനായും, ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാഗേഷ് മാനേജറായുമുള്ള കിഴക്കൻ മേഖലാ ജാഥയും, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ക്യാപ്റ്റനായും, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ഫത്ത വൈസ് ക്യാപ്റ്റനായും, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ മാനേജറായുമുള്ള പടിഞ്ഞാറൻ മേഖലാ ജാഥയുമാണ് ജനുവരി 15, 16, 17 തീയതികളിൽ പര്യടനം നടത്തിയത്. 3ാം ദിനത്തിൽ കിഴക്കൻ മേഖലാ ജാഥ ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച് കുട്ടിക്കാനം, പീരുമേട്, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയാണ് കുമളിയിൽ സമാപിച്ചത്. പടിഞ്ഞാറൻ മേഖലാ ജാഥ രാവിലെ കഞ്ഞിക്കുഴിയിൽ ആരംഭിച്ച് ഇടുക്കി താലൂക്ക് ആസ്ഥാനത്തും ജില്ലാ കേന്ദ്രമായ കുയിലിമല കളക്ട്രേറ്റിലും പൈനാവ്, ചെറുതോണി, തങ്കമണി തുടങ്ങിയ മേഖലകളിൽ പര്യടനം നടത്തിയാണ് മുരിക്കാശ്ശേരിയിൽ സമാപിച്ചത്. കിഴക്കൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനം കുമളിയിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ജോയി വടക്കേടം ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനം മുരിക്കാശ്ശേരിയിൽ AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ രൂപത്തിലും ഈ കേരളത്തെ ഇടതുപക്ഷത്തിന്റെ അവസാന ദൂരത്തായി നിലനിൽക്കുന്ന മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഏറ്റവും അവസാനത്തെ ദൂരത്തായി നിലനിൽക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ഏതു വിധത്തിലുമുള്ള പരിശ്രമമാണ് സംഘപരിവാറും അതിന്റെ കൂട്ടാളികളും അതിന്റെ ഭരണാധികാരിയെ ആയിട്ടുള്ള നരേന്ദ്രമോദിയെല്ലാം ഈ നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ നരേന്ദ്രമോദിക്ക് എല്ലാവിധ സഹായവുമാണ് ഈ നാട്ടിലെ, ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി നേതാക്കളായ ആർ ബിജുമോൻ, CG അജീഷ, DK സജിമോൻ, B സുധർമ്മ, MS ശ്രീകുമാർ, VM ഷൌക്കത്ത് അലി, MK റഷീദ്, NS ഇബ്രാഹിം, NK സജൻ, രതീഷ് കുമാർ, NK സുഭാഷ് ചന്ദ്രബോസ്, ജോൺസൺ പീറ്റർ, PT ഉണ്ണി, AK സുഭാഷ്, VK ജിൻസ്, A കുമാർ, സൗമ്യ മുരളി, R വിഷ്ണു, KT വിജു, D അശോക്, പ്രീത വേണുഗോപാൽ, N മുരുകൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷ വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് 25, 24, 25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന കലോത്സവമാണ് ഭിന്നശേഷി കലോത്സവം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇപ്പോൾ. വലിയൊരു പ്രസംഗത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമ്മുടെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അവരുടെ കലാവിരുന്ന് അവതരിപ്പിക്കുവാൻ നല്ല വേഷങ്ങളെ കാണി. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം, KM അബ്ദുൽ കരീം, സീനത്ത് മെയ്ദീൻ, അബൂബക്കർ മാങ്കുളം, KM മെയ്ദീൻ, ആഷി അൻസാരി, റിയാസ് തുരുത്തേൽ, ഷാജിമോൾ റഫീഖ്, നസിയ ഷമീർ, ഷിബി ബോബൻ, AA രമണൻ, ICDS സൂപ്പർവൈസർ AS ബിന്ദു, VHSS ഹെഡ്മാസ്റ്റർ PN സജിമോൻ, പഞ്ചായത്ത് സെക്രട്ടറി EK കൃഷ്ണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി MM നിസീമ, കൃഷി ഓഫീസർ EM മനോജ്, ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീകല റെജി, അംഗനവാടി വർക്കർ MH റംല എന്നിവർ സംസാരിച്ചു.
മയക്കുമരുന്നുമായി യുവാവ് കട്ടപ്പനയിൽ പിടിയിൽ. 20 ഗ്രാം MDMAയുമായി എരുമേലി സ്വദേശി അമീർ സുധീറിനെയാണ് ഇടുക്കി ഡാൻസ് ഓഫ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. 20 ഗ്രാം MDMAയുമായി എരുമേലി സ്വദേശി കട്ടപ്പനയിൽ പിടിയിൽ. ഇടുക്കി ഡാൻഡാഫ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ എരുമേലി സ്വദേശിയായ അമീർ സുധീറിനെ പിടികൂടുന്നത്. ഇടുക്കി ഡാൻഡാഫ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കട്ടപ്പന ഇടുക്കി കവലയിൽ വെച്ച യുവാവിനെ പിടികൂടുന്നത്. 20 ഗ്രാം MDMA അയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തി. കോട്ടയം എരുമേലി സ്വദേശിയായ അമീർ സുധീറിനെയാണ് പിടികൂടിയത്. ഇദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ മൃതദേഹം കല്ലറിയിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കുമളി 6 മൈൽ സ്വദേശി നെല്ലിക്കൽ സേവറിന്റെയും ടിനുവിന്റെയും ആൺകുഞ്ഞാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ പിഴവാണോ മരണകാരണമെന്ന് കണ്ടെത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. 9-ാം തീയതിയാണ് ഗർഭിണിയായിരുന്ന സേവ്യറിന്റെ ഭാര്യ ടിനുവിനെ അവസാനവട്ട സ്കാനിങ്ങിനായി കുമളി സെന്റ് അഗസ്റ്റിൻസ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഗർഭപാത്രത്തിൽ കുഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നതിനാൽ അഡ്മിറ്റ് ചെയ്യുവാൻ നിർദ്ദേശിച്ചു. 11-ന് ശസ്ത്രക്രിയ നടത്തുവാനും തീരുമാനിച്ചു. എന്നാൽ അടുത്ത ദിവസം രാവിലെ പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു വരുന്നതിനാൽ ഉടൻ സിസേറിയൻ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ മരിച്ച നിലയിലാണ് കിട്ടിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തുടർന്ന് കുമളി ലൂർദി പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് പലതവണ ചോദിച്ചിട്ടും ആശുപത്രി അധികൃതർ കൃത്യമായ വിവരം നൽകിയില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി. അച്ഛൻ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തീരുമാനിച്ചത്. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സെമിത്തേരി തുറന്ന് പുറത്തെടുത്തത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 2023 ഒരു അപകടത്തെ തുടർന്ന് ടിനുവിന്റെ വയറ്റിലുണ്ടായിരുന്ന 4 മാസം പ്രായമായ കുഞ്ഞും മരിച്ചിരുന്നു. അതേസമയം രാവിലെ 6:30 വരെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായിരുന്നുവെന്നും പെട്ടെന്ന് ഇത് കുറഞ്ഞു നിൽക്കുകയായിരുന്നുവെന്നുമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്താൻ അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നതായും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നിര്യാതനായ തൊടുപുഴയിലെ സീനിയർ അഭിഭാഷകൻ മുണ്ടയ്ക്കാട്ട് അഡ്വക്കേറ്റ് MM തോമസിന്റെ സംസ്കാരം തൊടുപുഴ തെനങ്കുന്ന് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നടന്നു. വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോമസ് സാറ് നമ്മിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ മാത്യു അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി, നാടിനു വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. വിദ്യാഭ്യാസ രംഗത്തും അഭിഭാഷക രംഗത്തുമൊക്കെ ഏറെ പ്രശോഭിക്കുകയും അതിലധികമായിട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത വ്യക്തിയാണ്. കുടുംബാംഗങ്ങള്, കൊച്ചിരസി ടീച്ചർ, അതോടൊപ്പം തന്നെ മക്കള് അജയും അരുണും അനീഷും ഒക്കെ ഈ അപ്പച്ചന്റെ വലിയ നന്മയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ലഭിച്ചവരാണ്. സഭയ്ക്ക് വേണ്ടി ജീവിച്ച വ്യക്തി, നാടിനു വേണ്ടി ജീവിച്ച വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ദൈവം നിത്യസമ്മാനം ഈ തോമസ് സാറിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കുമാരമംഗലം ഗവൺമെന്റ് LP സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ വെങ്ങല്ലൂർ വാഴിയിൽ VJ ജോസഫ് നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11:30 സ്വവസതിയിൽ ആരംഭിച്ച് മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ മേരി ജോസഫ് നാഗപ്പുഴ മാറാട്ടിൽ കുടുംബാംഗം, റിട്ടയേർഡ് ടീച്ചർ സെന്റ് തോമസ് LP സ്കൂൾ മൈലക്കൊമ്പ്. മക്കൾ ബീന ജോസഫ്, റിട്ടയേർഡ് തഹസിൽദാർ മൂവാറ്റുപുഴ. ബിജു ജോസഫ്, റിട്ടയേർഡ് ടീച്ചർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമണ്ണൂർ. ബിന്ദു ജോസഫ്, ടീച്ചർ സെന്റ് മേരീസ് LP സ്കൂൾ തെന്നത്തൂർ. ബിനിൽ ജോസഫ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഗാഡ്സിയോൺ എറണാകുളം. മരുമക്കൾ ടോം ജോസഫ് അഴികണ്ണിക്കൽ മൂവാറ്റുപുഴ അഡ്വക്കേറ്റ്. ഷാജു ജോർജ് കുന്നപ്പള്ളിയിൽ കരിമണ്ണൂർ, റിട്ടയേർഡ് മാനേജർ ഫെഡറൽ ബാങ്ക്. ടോമി ജേക്കബ് മൂലയിൽ കോടിക്കുളം, റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ. മഞ്ജു വർഗീസ് തറയിൽ ആലുവ, ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് MLA രാരിച്ചൻ നീർനാകുന്നേലിനെ തിരഞ്ഞെടുത്തു. കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ കൂറുമാറുമെന്ന് ഭയന്ന് CPM വനിതാ കൗൺസിലറെ പോലീസ് നോക്കി നിൽക്കെ കടത്തിക്കൊണ്ടുപോയി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും അധ്യാപക രക്ഷാകർത്താ ദിനവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യുവിന് അനുമോദനവും നടന്നു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണിമുടക്ക് മേഖലാ വാഹന പ്രചാരണ ജാഥകൾക്ക് ആവേശകരമായ സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.